ആർട്ടിക്കിളിൽ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഇതിലുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. നമുക്ക് ഏത് ഏജിലും എന്തൊരു ജേണിയും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്ന ബോധം ഉണ്ടാകും. അതാണ് ഈ ആർട്ടിക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ 82 വയസ്സായ ബോബ് ഒരു സൈക്കിൾ ആരാധകനാണ്. സൈക്ലിംഗ് ഭയങ്കര ഇഷ്ടമാണ് ബോബിന്. ഇയാൾ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും പൊതുജന വിഷയങ്ങൾക്കും വേണ്ടിയിട്ടാണ് സൈക്ലിംഗ് നടത്തുന്നത്. ഒരു ദിവസം സൈക്ലിങ്ങിന് പോയതാണ്. 5200 കിലോമീറ്ററാണ് ഈ ബോബന്റെ വ്യക്തി സൈക്ലിംഗ് നടത്തിയത്. അത് മോട്ടോർ ന്യൂറോൺ രോഗത്തിനെതിരായിട്ടുള്ള ഒരു സൈക്ലിംഗ് ആയിരുന്നു. അതിലൂടെ സൈക്ലിംഗ് അവസാനിച്ചപ്പോൾ $1,00,000 ബോബ് സമ്പാദിച്ചത്. ഇതിലൂടെ പൊതുജനത്തിന് ന്യൂറോൺ രോഗത്തിന് വേണ്ടിയുള്ള ചികിത്സയ്ക്കുള്ള പല സാമ്പത്തികം തീർത്തു കൊടുത്താണ് ബോബ് ചെയ്തത്. പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്ത പിറ്റേ തന്നെ അയാൾ മരണപ്പെടുകയാണ്. ബോബിന് ഒരു അസുഖം ഉണ്ടായിരുന്നു. സൈഡ്നീസ് റോസ്ബേ എന്ന ഒരു അസുഖം രാവിലെ തന്നെ അവരുടെ മെഡിക്കൽ ടീം അറിയിച്ചിരുന്നു. ആ അസുഖത്തോട് ബന്ധപ്പെട്ടാണ് രാവിലെ ബോബ് മരണപ്പെട്ടത്. ആ സമയം മുതൽ ബോബിന്റെ ഫാമിലി സോഷ്യൽ മീഡിയ വഴി എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. ഇത് നടന്നത് ഓസ്ട്രേലിയയിലെ റൂമിൽ നിന്ന് ന്യൂ സൗത്ത് വെയിൽസിലെ ബൗറലി വരെയാണ് ഇത് നടന്നത്. ഇതിലൂടെ ഈ ബോബ് നമുക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏതൊരു ഏജിലും എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനും പ്രതിരോധിക്കാനുള്ള ശക്തിയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഒരു രോഗത്തിനെ പ്രതിരോധിക്കാനാണെങ്കിലും ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള എന്തൊരു കാര്യം നമുക്ക് ചെയ്യാനുള്ള ഒരു അവബോധം ഇതിലൂടെ നമുക്ക് തരുന്നുണ്ട്. Yes, very good. Good applause to the gentleman. Yes. So he was talking about a person, Bob, and from Australia, and he is doing some charity works, and but miserably he has been died, isn't it? So ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ കമ്പനികളുണ്ട്. വലിയ കമ്പനികൾ അവർക്ക് CSR ഫണ്ട് ഉണ്ട്. കേട്ടിട്ടുണ്ടോ? CSR ഫണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും. നമുക്ക് കിട്ടുന്ന സമ്പാദിക്കുന്ന പൈസയുടെ 15% നമ്മൾ ചാരിറ്റിയിലേക്ക് വേണ്ടി കൊടുക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിക്കുന്ന പൈസയുടെ 15% ചാരിറ്റി കാര്യങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പറയാൻ പാടില്ലെങ്കിലും പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത തലമുറയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്കും അതിന് ഒരു എന്തുണ്ടാവണ്ടേ, ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവണം. വേണ്ടേ? നമ്മൾ സമ്പാദിക്കുന്നതിൻ്റെ ഒരു 15% എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് എമൗണ്ട് ഞാൻ സാധാരണ രീതിയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഫൻസ് ആയിട്ടുള്ള ആൾക്കാർ, ഓർഫനേജ്, അതുപോലെ തന്നെ നമുക്കറിയാം കുറച്ച് റിമോട്ട് ഏരിയാസ്, അതായത് നമ്മൾ തൃശ്ശൂർ ഭാഗത്തൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാട് ഫോറസ്റ്റ് റീജിയൻസ് ഉണ്ടാവും. ആ ഫോറസ്റ്റ് റീജിയനിലൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പഠിക്കാനൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയി ക്യാമ്പ് കണ്ടക്ട് ചെയ്യും. ഫുഡ്, ഡ്രസ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കും. അവർക്ക് വേണ്ടി ക്ലാസ്, ട്രൈബൽ കോളനീസ് എന്ന് നമ്മൾ പറയും. അപ്പം അങ്ങനെ ട്രൈബൽ ഏരിയയിൽ പോയിട്ട് നമ്മൾ അവർക്ക് കുറേ സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പം ഞാനും പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു സൺഡേ നമ്മൾ എല്ലാവരും കൂടി ഇതേപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നമ്മൾ ഇതേപോലെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചിരുന്നു റിഗാർഡിങ് ടേക്ക് മ്യൂസിയം ഓർ സം അതർ പ്ലേസസ് വാട്ട് എവർ ഇറ്റ് മേ ബി. നമുക്കൊന്ന് പോയി ഇതുപോലെ തന്നെ ഒരു സോഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സർവീസസ് നമുക്ക്
ചെയ്യാനായിട്ട് നോക്കണം. ഇങ്ങനെയുള്ള വാർത്തകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകൾ നമ്മളിലേക്ക് തന്നെ വെളിച്ചം വീശുന്ന കുറേ കാര്യങ്ങളാണ് അല്ലേ. നമ്മളും സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് there is a question, that is the question is like this: being alive, what does it make sense, what does it mean? അല്ലേ, നമ്മൾ കാലത്ത് എഴുന്നേറ്റു, നമ്മൾ ഫുഡ് കഴിച്ചു, നമ്മൾ ഡ്രസ്സ് മാറി, നമ്മളിവിടെ വന്നു, നമ്മൾ പഠിക്കുന്നു, നമ്മൾ നല്ല രീതിയിലുള്ള കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ജീവിക്കുന്നൊപ്പം നമ്മുടെ സഹജീവികളുണ്ട് അല്ലേ, മറ്റു മനുഷ്യന്മാർ, അവരുടെ ജീവിതവും ജീവിതാന്തരീക്ഷവും നമുക്ക് എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം എന്തുണ്ടാവും, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലേ. തീർച്ചയായിട്ടും അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. വെരി ഗുഡ്. A very good applause to the gentleman. Yes.